എല്ലാ അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. ഞങ്ങൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ഞങ്ങളുടെ ഒരു കേസും 38 തവണ ലാവലിൻ മാറ്റിയതുപോലെയൊന്നും രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കേസൊന്നും മാറ്റിയിട്ടില്ല. നിങ്ങളുടെ ആരുടെ ഔദാര്യം വേണ്ട. ജയിലിൽ കിടന്ന് തന്നെയാണ് DK ശിവകുമാർ പുറത്തു പറഞ്ഞ് കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായത്. നിങ്ങളുടെ വേട്ടയാടുകളെ സഹിച്ചും വേട്ടയാടുകളെ പൊരുതി തോപ്പിച്ചും തന്നെയാണ് കോൺഗ്രസിന്റെ ഓരോ നേതാക്കളും ഇവിടെ നിൽക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ BJPയെ കൂട്ടുപിടിച്ച് ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു. ഇവിടെ CPMന്റെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, CPMന്റെ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു? പിണറായി വിജയൻ ഒരു ഓലപ്പാമ്പ് കൊടുക്കാൻ നരേന്ദ്രമോദി കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു. എന്നിട്ട് പോലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പാർട്ടിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കണ്ണൂർ സർവകലാശാലയിൽ ഇവിടെ മറ്റേ RSS നേതാക്കളുടെ പുസ്തകം പഠിക്കാൻ പറഞ്ഞ നിങ്ങളുടെ നേതാവാണ് ഗോപിനാഥ് രവീന്ദ്രൻ. പിണറായി വിജയൻ വെച്ച ആളാണ്. ഞാൻ ചോദിക്കട്ടെ, സംഘപരിവാർ നേതാക്കളുടെ ചരിത്രം പഠിക്കാൻ പറഞ്ഞ നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ? ദീൻ ദയാൽ ഉപാധ്യായുടെ ജന്മദിനം വിപുലമായി ആഘോഷിക്കാൻ പറഞ്ഞത് ആരാണ്? ഈ സർക്കാരാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് സംഘപരിവാർ നേതാക്കളുടെ ചരിത്രം പഠിക്കാൻ പറഞ്ഞത്. കണ്ണൂർ സർവകലാശാലയോട് ഒരു ഓർമ്മയില്ല. എനിക്ക് തോന്നുമെങ്കിൽ വിപുലമായി ആഘോഷിക്കാൻ മുഖ്യമന്ത്രി അത് കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പാർട്ടിയിലാണെങ്കിൽ ഗവർണറുടെ വീട്ടിൽ പോയി അടികൂടുന്ന ഗവർണറുടെ വീട്ടിൽ പോയി കാല് പിടിച്ചാണ് ഗോപിനാഥ് രവീന്ദ്രനെ കാലാവധി കഴിഞ്ഞിട്ട് പുനർനിയമനം നടത്തിയത് കണ്ണൂർ സർവകലാശാല. ഗവർണറുടെ വീട്ടിൽ പോയി എന്റെ നാടാണ് ഗോപിനാഥ് രവീന്ദ്രന്റെ കണ്ണൂർ സർവകലാശാലയുടെ ചർച്ചയെ വഴിതെറ്റിക്കുന്നത് ഒറ്റ കാര്യം. ഇത് വേറൊന്നുമല്ല. പിണറായി വിജയന്റെ മകൾക്ക് വീണ വിജയനും കപ്പം കൊടുത്ത് എന്തായിരുന്നാലും നരേന്ദ്രമോദിയുടെ പ്രീതി പിടിച്ചു പറ്റണ്ട. അത് പിടിച്ചു പറ്റേണ്ടത് റോബർട്ട് വദ്രയ്ക്കും അയാളുടെ ഭാര്യ പ്രിയങ്ക ഗാന്ധിക്കുമാണ്. കപ്പം കൊടുക്കില്ല. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും BJP ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പിടിച്ച് BJP ജയിപ്പിക്കാനുള്ള ഏറ്റവും വലിയ കപ്പം തൃശ്ശൂരിലും തിരുവനന്തപുരത്തും BJPയെ ജയിപ്പിക്കാന്നുള്ള ഉറപ്പ് തന്നെയാണ് ഏറ്റവും വലിയ കപ്പം. തൃശ്ശൂരിൽ BJP ജയിപ്പിക്കാൻ വേണ്ടിയല്ലേ നിൽക്കുന്നത് CPM? ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ഗോപിക്ക് ഏറ്റവും വലിയ വരവേൽപ്പ് നൽകിയതാണ്. ഒരിക്കലുമില്ല. ഞങ്ങൾ തോപ്പിക്കും. ഇവിടെ BJP ഒരുമിച്ച് നിന്നാലും കോൺഗ്രസ് അതിശക്തമായി മുന്നേറും. ഒരു തർക്കവുമില്ല. അവർ ഈ കാലമത്രേ ഒരുമിച്ചാണല്ലോ. അവരെത്ര ഒരുമിച്ച് നിന്നാലും ഞങ്ങൾ പോരാടി തോൽപ്പിക്കും. ഒരു കുഴപ്പമില്ല. കേരളത്തിലെ മതേതര മനസ്സ് കോൺഗ്രസിനൊപ്പമാണ്. ഇവരുടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തെറ്റിക്കാനുള്ള അടവൊക്കെ വിഷ്ണു പെട്ടെന്ന് മറുപടി. 2 മിനിറ്റ് കൊണ്ട് മറുപടി പെട്ടെന്ന്. ഒരു 1 മിനിറ്റ്. മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് നിങ്ങളല്ലേ? ഞങ്ങൾ ആരെങ്കിലും പറയണോ? ഞങ്ങളാണോ? നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ വോട്ട് പിടിക്കാനുള്ള ഒരു കാര്യം പറ. നിങ്ങൾ നടത്തിയ ഒരു കാര്യം പറ. മതമല്ലാതെ ഒരു കാര്യം നിങ്ങൾ പറ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു കാര്യം പറ. നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങൾ പറ. ഞാൻ പറയാം. ഈ രാജ്യം കാണുന്ന രീതിയിൽ ലീഗുകാർക്കും SDPIക്കാർക്കാണ്. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോൾ PFIയുടെ അക്കൗണ്ട് പൂട്ടി, SDPIയുടെ അക്കൗണ്ട് പൂട്ടി. അതാണ് നിങ്ങളുടെ പ്രശ്നം. അല്ലാതെ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഇവിടെ തീവ്രവാദ സംഘടനകൾ നിരോധിച്ചു. രാജ്യം അഭിമാനത്തോടെ മുന്നോട്ട് പോകുന്നു. ഈ രാജ്യത്ത് നിരോധിച്ച് ഈ രാജ്യത്ത് ശാശ്വതമായ സമാധാനം കൊണ്ടുവന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഗുജറാത്ത് കലാപം പഞ്ചാബിൽ കലാപം നടത്തിയത്, കൂട്ടക്കൊള്ളുന്ന പാർട്ടിയുടെ പേരേതാ? രേവന്ത് റെഡ്ഡി നിങ്ങളെ മുഖ്യമന്ത്രിയാണോ പോയത്? അവിടെ അവരെ ജയിലിടാൻ തീരുമാനമെടുത്തതാണ്. എവിടെ വിദ്വേഷ പ്രവർത്തകരുടെ പേരിലാണ് രേവന്ത് റെഡ്ഡി പള്ളിയിൽ അഴിഞ്ഞാടിയപ്പോ നിങ്ങൾ എവിടെയാണ് RSSനെതിരെ പോരാട്ടം എന്തിനാണ് നിങ്ങൾ വാദിക്കുന്നത്? ഷാനിന് വേണ്ടി SDPIക്ക് വേണ്ടി എന്തിനാണ് കോൺഗ്രസുകാർ വാദിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് SDPIക്ക് വേണ്ടി വാദിക്കുന്നത്?
ആരാണ് SDPI? അതെ. നിങ്ങൾ എന്തിനാണ് ഷാനിന് വേണ്ടി നിങ്ങൾക്കെതിരെ വാദിക്കുന്നത്? ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിച്ചാൽ അത് നിങ്ങൾ SDPI ആവും. കോൺഗ്രസ് പ്രതിനിധിയാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിച്ചാൽ അത് SDPI ആവും. SDPI കൊള്ളാം. വേണ്ടി വാദിക്കാതെ. അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എന്തുകൊണ്ട് UAP ചോദിച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരം അതാണോ? നിങ്ങൾ ആരാണ്? ഞാൻ SDPI എന്താണോ ഏറ്റവും വലിയ മറുപടി? തെലങ്കാനയിലെ പള്ളി ന്യൂനപക്ഷം ഇത്രയും വലിയ രീതിയിൽ നിലംപതിക്കൽ കോൺഗ്രസ് പ്രതിനിധി വേണ്ടി വാദിക്കൂ. തെലങ്കാനയിലെ പള്ളി ഷായ്ക്കെതിരെ നിങ്ങൾ UAP എടുത്തല്ലോ. തെലങ്കാനയിലെ എന്തുകൊണ്ട് റിയാസ് മൗലിയെ കൊന്ന RSSകാർക്കെതിരെ എടുത്തില്ല എന്നതല്ലേ? നിയമം വന്നപ്പം ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് എടുത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കോൺഗ്രസ് SDPI പിന്തുണച്ചു. ആണ്. ലോക്സഭയിൽ കോൺഗ്രസ് എടുത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ UAPA ഭേദഗതി നിയമം വന്നപ്പോ ഇന്ത്യൻ പാർലമെന്റിൽ BJPക്കൊപ്പം നിന്ന് കൈയുയർത്തിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവിടെ എതിർത്തത് സഖാവ് AM ആരിഫ് മാത്രമാണ്. ഇപ്പോൾ ഭരിക്കുന്ന LDF ഗവൺമെന്റിനോട് ചോദിക്കുന്നത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വെള്ളക്കരം, വൈദ്യുതി കരം, സെസ്, കെട്ടിട നികുതി, ഹരിതകർമ്മ സേനാ ഫീസ് ഇത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കേരളത്തിലാണ്. ഇതേപോലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്രയും ഭീമമായ തുക പിരിക്കുന്ന ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്, കേരളത്തിന്റെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട്, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഒന്നാമതാണെന്ന് പറഞ്ഞത് നീതി ആയോഗാണ്. നീതി ആയോഗ് നിങ്ങൾ എന്തിനാ നികുതി കൂട്ടിയത്? നികുതി കൂട്ടിയത് എന്തിനാ? കഴിഞ്ഞ തവണ വീട് വെക്കാൻ ഇപ്പോഴുള്ള നികുതി എത്ര ശതമാനമാണ് കൂട്ടിയത്? നികുതി വർധന പറയൂ. നികുതി വർധനമാണ് ചോദ്യം. അത് പറയൂ. വീടിന് പെർമിറ്റ് വെക്കാൻ എത്ര രൂപ കൂട്ടി? എത്ര രൂപ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും കൂട്ടി? അതെന്താ പറയാത്തത്? മനസ്സിലായില്ലേ? മറുപടി പറയുമ്പോ സംഘടിച്ചെണീറ്റ് നിന്ന് കൂവി തോപ്പിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ പാർട്ടിക്കാരാണ് കൂവുന്നത്, ഞങ്ങളുടെ പാർട്ടിക്കാരല്ല. നിങ്ങളുടെ പാർട്ടിക്കാരാണ് സംഘടിച്ച് ചർച്ചയിൽ കൂവുന്നത്. പങ്കെടുക്കാൻ വന്നയാളും മറ്റുള്ളവരെയും ചേർത്ത് കൂവി. ഇതെല്ലാം ഈ കേരളത്തിൽ ക്രമസമാധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ കേരളം ഇന്ത്യയിൽ നമ്പർ 1 ആണെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട കൗൺസിലറെ, അത് നീതി ആയോഗാണ്. കേട്ടോ? ആരോഗ്യത്തിൽ നമ്പർ 1 ആണെങ്കിൽ എന്തുകൊണ്ട് പിണറായി നേടുന്നില്ല എന്നാണ് ചോദ്യം. പറയൂ. നീതി ആയോഗ് എന്തിനാ പിണറായി വിദേശത്ത് പോയി ചികിത്സിക്കുന്നത്? നീതി സ്വന്തം ആയോഗാണ്. രാജ്യത്തെ ആശുപത്രിയിൽ വിശ്വാസമില്ലേ? മനസ്സിലായില്ലേ? പിണറായി വിജയൻ ഇവിടുത്തെ ആശുപത്രിയിൽ നീതി വിശ്വാസമുണ്ടോ? ആയോഗം ഇന്ത്യയിലെ നമ്പർ 1 ആയി CPM ചോദ്യം, സംസ്ഥാനം പിണറായി വിജയന് കേരളമാണ്. ഇവിടുത്തെ ആശുപത്രിയിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് കേട്ടാൽ കൊള്ളുന്ന സഖാവ് പിണറായി വിജയന്റെ കേരളമാണ്. നിങ്ങൾക്ക് കേട്ടാൽ പിണറായി വിജയന്റെ കേരളത്തിൽ എന്തേ സഖാവ് അദ്ദേഹം വിജയൻ ചികിത്സ പിണറായി നേടാത്തത്? വിജയന്റെ കേരളമാണ്. അത് പറയൂ, പറയാൻ പറ്റുമോ? ദേ. പിണറായി വിജയന്റെ കേരളത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് ഇവിടെ നമ്പർ 1 ആയിട്ടും ഇവിടെ ചികിത്സ നേടാതെ അമേരിക്കയിൽ പോകുന്നു? അദ്ദേഹം ഇവിടെ എന്തുകൊണ്ടാണ് ചികിത്സ തേടുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ ചികിത്സ തേടാത്തത്? എന്തുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ ഇവിടെ ചികിത്സ തേടുന്നത്? തേടിയില്ല? നിങ്ങൾ ആദ്യം കേരളം, ചെയ്യേണ്ടത് ഞാൻ പറയട്ടെ, വിദേശത്ത് ചികിത്സ തേടുന്നത് ഞാൻ തെറ്റല്ല. പറയട്ടെ, പക്ഷേ ഒരു അദ്ദേഹം നാട്, നമ്പർ 1 എന്ന് ഒരു പറയുന്നു. നാട്, നമ്പർ ഈ 1 എന്ന് രാജ്യത്ത് പറഞ്ഞിട്ട് ഒരു നാട് എന്തുകൊണ്ട് ഇവിടെ കത്തുമ്പോ, തേടുന്നില്ല? ഈ രാജ്യത്ത് ഒരു നാട് കത്തുമ്പോ, മണിപ്പൂർ കത്തുമ്പോ അവിടെ ഞാൻ തിരിഞ്ഞു ചോദിച്ച നോക്കാത്ത ചോദ്യം അതല്ല. പ്രധാനമന്ത്രി, എന്തുകൊണ്ടാണ് വിദേശത്ത് അവിടെ പിണറായി തിരിഞ്ഞു വിജയൻ നോക്കാത്ത പ്രധാനമന്ത്രിയാണ് മുട്ടുമ്പോൾ കൊഞ്ഞനം ഈ കാട്ടുന്നു? രാജ്യത്തുള്ളത്. അവിടെ തിരിഞ്ഞു നോക്കാത്ത പിണറായി വിജയൻ പ്രധാനമന്ത്രിയാണ് എന്തുകൊണ്ട് ഈ ഇവിടെ രാജ്യത്തുള്ളത്. തേടിയില്ല? നമ്പർ 1 അവിടെ കേരളമല്ലേ? തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രിയാണ്. പിണറായി വിജയന്റെ ആ മകൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയെ നമ്പർ 1 ആയ ന്യായീകരിക്കുന്ന കേരളത്തിൽ വിദ്യാഭ്യാസം നേടാതെ പുറത്തു പോകുന്നു? ചോദ്യം ആരടാ? ഇവിടെ വികസനത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദ്യം ആരടാ? ഇവിടെ നമ്മുടെ BJPയുടെ ചോദിച്ചു, ഡയറക്റ്റ് ചോദ്യം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പം നമ്മുടെ എയർപോർട്ട് നമ്മുടെ കയ്യിലല്ല, അദാനിയുടെ കയ്യിലാണ് കൊടുത്തത് 100 വർഷത്തേക്ക്. 100 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ ഈ കൂട്ടത്തുള്ള ഞാൻ പോലും ജീവിച്ചിരിക്കില്ല. മനസ്സിലായില്ലേ? എല്ലാം കൊണ്ട് പ്രൈവറ്റ് കമ്പനിയൊക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് എന്താണ് ഇതിൽ യൂസ്? നിങ്ങൾ പറയും, ചിലപ്പം പറയും 10 പേർക്ക് ജോലി കിട്ടുമെന്ന്. എന്ത് ജോലി കിട്ടണം? ഇവിടെ വിഴിഞ്ഞത്ത് റെയിൽവേ, അതുപോലെ തന്നെ നമ്മുടെ വിഴിഞ്ഞം എത്ര തൊഴിൽ നമുക്ക് തരും? വിഴിഞ്ഞം കരാറ് അദാനിയുമായി ഒപ്പിട്ടത് നിങ്ങളുടെ സർക്കാരാണ്. പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ അദാനി, പറയട്ടെ, പിണറായി വിജയന്റെ കാലഘട്ടം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോൾ കൺസോർഷ്യത്തിൽ അദാനിക്കാണ് അത് കരാറെടുത്താണ് കിട്ടിയത്. അന്ന് അദാനി അതിശക്തമായി കോടിയേരി ബാലകൃഷ്ണൻ എതിർത്തു. അന്നേ ദിവസം അദാനി നേരിട്ട് AKG സെന്ററിൽ വന്ന് കോടിയേരി ബാലകൃഷ്ണനുമായി ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹം എതിർത്തില്ല. പിന്നെയാണ് ഒപ്പിടുന്നത്. കരാറ് വഴി, കൺസോർഷ്യം വഴിയാണ് കരാറ് കിട്ടിയത്. എങ്ങനെയാണ് കിട്ടിയത്? പറഞ്ഞുകൊണ്ടെന്നാൽ അതിന് എന്താണ് മറുപടി പറയാനുള്ളത്? എന്താണ് അദാനി പോയി പറഞ്ഞുകൊണ്ട് ചുമ്മാ കള്ളം പറഞ്ഞുകൊണ്ട് ഗൂഗിൾ ചെയ്യൂ. ബിജെപിക്കാരൻ കള്ളം പറയുന്നു. ബിജെപിക്കാരൻ കള്ളം പറയുന്നു. അതുകൊണ്ടാണ് ബിജെപിക്കാരനോട് ചോദിക്കുന്നത്. ഇവിടെ ഒരു സുഹൃത്ത് ചോദിച്ചു, ആ ചോദ്യത്തിൽ നിന്ന് താങ്കൾ വഴുതിപ്പോയി. എന്തുകൊണ്ട് പ്രധാനമന്ത്രി എങ്ങനെയാ പറയുന്നത്? നിങ്ങൾ ആദ്യം ചോദിച്ച് ഉത്തരം സംസാരിക്കൂ. ഒന്നും മിണ്ടാതിരിക്കെ. നിങ്ങളല്ലേ സംസാരിക്കാൻ സമ്മതിക്കാത്തത്? ഇവിടെ ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ട് പ്രധാനമന്ത്രി പത്രസമ്മേളനം നടത്തിയില്ല എന്ന് ചോദിച്ചു. അതിന് താങ്കൾ ഒഴിഞ്ഞു മാറി. ഞാൻ ചോദിക്കുന്നു, പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? നിങ്ങൾ
എറ്റേണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സബ്ജക്റ്റ് ഇല്ല. ഇങ്ങനെ കൂടി പഠിച്ച ആളില്ല, ഇങ്ങനെ പഠിച്ച കോളേജില്ല, എല്ലാം കള്ളമാണ് എഴുതിയത്. എന്നിട്ട് ആദ്യം മത്സരിച്ചപ്പോൾ ഭാര്യയുടെ പേര് വെച്ചില്ല. അപ്പൊ എല്ലാ രീതിയിലും ഒരു തട്ടിപ്പുകാരനാണ് ഇദ്ദേഹം. രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു താങ്കൾ പറഞ്ഞല്ലോ. അദ്ദേഹം പ്രവർത്തിക്കുന്നത് നൂറോളം മാത്രമുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. എന്നിട്ട് 1 ലിറ്റർ പെട്രോളിന് നികുതിയല്ല, 30 രൂപ സെസ്സാണ്. അത് സംസ്ഥാനങ്ങളിലേക്ക് ബാധിക്കേണ്ടതില്ല. 30 രൂപ സെസ് പിരിച്ചിട്ട് ആ പൈസ എടുത്ത് കോർപ്പറേറ്റുകളുടെ കടം എഴുതി തള്ളുന്നു. ഇവിടെ കേരളത്തിൽ GST 1 രൂപ പിരിക്കുമ്പോൾ നമുക്ക് തിരികെ കിട്ടുന്നത് 25 പൈസ മാത്രമാണ്. UP-യിൽ കൊടുക്കുന്നത് 4 രൂപയാണ്. അത് ജനസംഖ്യ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളിൽ വ്യത്യാസമുള്ളതുകൊണ്ടാണ്. നിലവിലെ ഇപ്പൊ ഒരു ചോദ്യം അവിടെ ചോദിച്ചപ്പോ എല്ലാം കോർപ്പറേറ്റുകൾക്ക് വിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഒരു BJP-യുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് കോർപ്പറേറ്റുകൾക്ക് ജീവിക്കേണ്ട എന്നുള്ള മറുപടിയാണ്. അപ്പൊ ഇതിൽ തന്നെ BJP-യുടെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇല്ല ഇത് നിങ്ങൾ കണ്ടോളൂ, ഇത് കണ്ടോളൂ. ഞാൻ പറഞ്ഞത് അത്രയും ന്യൂസ് 8 കട്ട് ചെയ്യും. നിങ്ങളെല്ലാം കണ്ടിട്ട് പറഞ്ഞാൽ ഉത്തരം പറയട്ടെ. ഒറ്റ വരെ കേട്ടോ. ചേട്ടന്റെ കയ്യിൽ നിന്ന് മൈക്ക് ഓഫ് ആയത് ഞാൻ അല്ല, ചേട്ടന്റെ കൈ പിടിച്ച് ഓഫ് ആയതാണ്. എന്നിട്ട് അത് ഞാൻ മൈക്ക് തന്നു. ചേട്ടൻ അങ്ങനെ പറയുന്നത് ശരിയല്ല. അല്ല ശരിയല്ല മൊത്തം പ്രശ്നമാണ്. ശരി. ഈ രാജ്യത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി, ഞാൻ പറഞ്ഞു, അദ്ദേഹം പ്രസ് മിനിസ്റ്റർ അല്ല, അദ്ദേഹം പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹം പറയേണ്ടത് കൃത്യമായി മന്ത്രിമാരെല്ലാം സഭയിൽ പറയുന്നുണ്ട്. സഭയിൽ കൃത്യമായി രേഖാമൂലം തെളിവോടുകൂടിയാണ് പ്രധാനമന്ത്രി സഭയിൽ സംസാരിക്കുന്നത്. താങ്കൾക്ക് പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റി ഏതെങ്കിലും പറയട്ടെ. വിഷ്ണു പറഞ്ഞോ. അവിടെ മൈക്കില്ല. പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താങ്കൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ പോയി കൃത്യമായി വായിച്ച് മനസ്സിലാക്കാം. ഒന്ന് വായിക്ക്. എനിക്ക് സംശയമില്ല, നിങ്ങൾക്കാണ് സംശയം. വായിച്ചു നോക്കുന്നേ സുഹൃത്തെ, വായിച്ചു നോക്കൂ. സഹപാഠികളില്ലാത്ത ലോകത്തെ ഏക വിദ്യാർത്ഥി. നിങ്ങൾക്ക് വായിക്കാൻ അറിയാമെങ്കിൽ സഹപാഠികളില്ലാത്ത ലോകത്തെ ഏക വിദ്യാർത്ഥി. കൂടെ പഠിച്ച ഒരാൾ പോലുമില്ല. സഹപാഠികളില്ലാത്ത ലോകത്തെ ഏക വിദ്യാർത്ഥി. വായിച്ചു നോക്കുക. സഹപാഠികളില്ലാത്ത ലോകത്തെ ഏക വിദ്യാർത്ഥി. നിങ്ങളുടെ നേതാക്കന്മാര് അല്ല പറയട്ടെ, CPM-ന്റെ നേതാക്കന്മാരെല്ലാം 7ാം ക്ലാസ്സും ഗുസ്തി ആയതുകൊണ്ട് BJP നേതാക്കന്മാർക്ക് വിദ്യാഭ്യാസം ഇല്ലാന്ന് നിങ്ങളെല്ലാം ഏക വിദ്യാർത്ഥി. നേതാവ് ഒരു ചോദ്യം, ഒരാൾ പോലും കൂടെ പഠിച്ചിട്ടില്ല. പറയൂ. ബെഞ്ച് പങ്കിട്ടവരില്ല, ക്ലാസ് റൂം പങ്കിട്ടവരില്ല, സഹപാഠികളില്ലാത്ത ഏക വിദ്യാർത്ഥികൾ. താങ്കളുടെ അറിവ് മാത്രമാണ്. യശോദാനന്ദനാണ് സഹപാഠികളില്ലാത്ത 10ാം ക്ലാസ് പോലും പോയിട്ടില്ലാത്തത്. നരേന്ദ്രമോദിയല്ല. യശോദാബെൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് നിങ്ങളുടെ നേതാക്കന്മാർ എത്രാം ക്ലാസ് വരെ പോയിട്ടുണ്ട്? നേതാക്കന്മാർ പറയൂ. നിങ്ങളുടെ നേതാക്കന്മാർ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? പറയൂ. താങ്കൾ പറയൂ. താങ്കളുടെ നേതാക്കന്മാർ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? അത് കൃത്യമായി പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങളുടെ നേതാക്കന്മാരാണ് മഴയത്ത് പോലും സ്കൂളിൽ കയറാത്തത്. BJP-യുടെ നേതാക്കന്മാർ വിദ്യാഭ്യാസമുള്ളവർ, വിവരമുള്ളവരുമാണ്. ഇവിടെ എന്റെ ഒരു സുഹൃത്ത് ഇവിടെ പറഞ്ഞത് കോർപ്പറേറ്റുകൾ വളരുന്നു എന്ന് വേണ്ടിയിട്ടാണ് BJP-കാർ നിൽക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ സംസ്ഥാന സർക്കാർ തന്നെ നഷ്ടത്തിലാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ KSRTC അടുത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. KSRTC ജീവനക്കാർക്ക് പോലും പെൻഷനും ഇല്ല, ശമ്പളവും ഇല്ല, ഒന്നുമില്ല. നിങ്ങളെല്ലാരും കൊണ്ടുവന്നിട്ട് നല്ല വികസനം കൊണ്ടുവരുന്നു. ആൾക്കാരെ നെഞ്ചിട്ട് തന്നെ നിങ്ങളെല്ലാം വികസിപ്പിക്കുന്നുണ്ട്, നല്ലപോലെ വികസിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പെട്രോളിന്റെ വില പറഞ്ഞു. അധികാരത്തിൽ വന്ന പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. പെട്രോളിന്റെ കാര്യം പറഞ്ഞിരുന്നു. പെട്രോളിന്റെ കാര്യം പറഞ്ഞു. രേഖയാണ് രേഖ. ഒറ്റ ചോദ്യം. പ്രതിവർഷം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പ്രതിവർഷം 2 കോടി തൊഴിലവസരം സൃഷ്ടിക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 10 കോടി തൊഴിലവസരം
ഈ രാജ്യത്ത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അല്ല, നിങ്ങൾ ആ തിരുവനന്തപുരത്ത് ഒരു 4-5 ദിവസം മുന്നേ CPI-യുടെ റാങ്ക് ലിസ്റ്റിലുള്ള ഒരു തവണ ചൈന പ്രദർശനം നടത്തിയിരുന്നു. നിങ്ങൾ ഒരാളെങ്കിലും നിങ്ങൾ അവിടെ കണ്ടോ? ഒരാളെങ്കിലും സർവകാല റെക്കോർഡാണ്. ഈ സംസ്ഥാനം, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയിട്ടുള്ളത് കേരളത്തിലെ ഗവൺമെന്റ് ആണ്. PSC വഴി. ഇല്ല, ഞാൻ പറയാം, പെട്രോളിന്റെ വിലയില് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിന്റെ വില ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലയുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ രണ്ടാമതാണ് കേരളം. രണ്ടാമതാണ് അതെ, ഞാൻ പറയട്ടെ, അനിയന്റെ നേതാക്കന്മാരോട് പറഞ്ഞ് കമ്മിറ്റികളിൽ സംസാരിച്ച് ഈ ജനങ്ങളുടെ ജീവിതം പൊറുതിമുട്ടുകയാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾ ഇടപെടണം എന്നാണ് പറയേണ്ടത് കേട്ടോ. ഈ തൊഴിലാളികളെ സഹായിക്കണമെന്ന് പറയണം. പട്ടിണി സൂചികയിലെ ഈ അവസ്ഥ മാറ്റണമെന്ന് പറയണം. ഇതാണ് ചെയ്യേണ്ടത്. ഇത് ലോക്സഭാ ഇലക്ഷൻ. പുതിയൊരാൾ ചോദിച്ചോ. എനിക്ക് ചോദിക്കണതിന് മുമ്പ് ഇവിടെ പ്രായം കുറഞ്ഞതിൽ ഒരു കൊച്ചുകുട്ടിയുണ്ട്. അതിൽ തീരെ പ്രായം കുറഞ്ഞത് ഞാനെന്നാണ് തോന്നണ. അതുകൊണ്ട് എന്നെ ആരും അടിക്കാനൊന്നും വരല്ലേ. ചോദിക്കുന്നതിന് മുമ്പ് ചാടിക്കടിക്കാനൊക്കെ വരുന്ന കണ്ട്. അതുകൊണ്ട് എന്റെ അടുത്ത് ആരും ചാടിക്കടിക്കാനൊന്നും വരല്ലേ. പിന്നെ എനിക്ക് 2 പ്രതിനിധികളോടാണ് ചോദിക്കാനുള്ളത്, BJPയും കോൺഗ്രസിന്റെ അടുത്തും. ആദ്യം ഉത്തരം പറയേണ്ടത് BJPയിലെ ചേട്ടനാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ആ ചേട്ടന് അരണേര ബുദ്ധി എന്നാണ് തോന്നുന്നത്. കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉത്തരം പറയുന്നത് വേറെ എന്തൊക്കെയാണ്, വേറെ അങ്ങ് കേറി അങ്ങ് പോവുകയാണ്. വേറെ അവരെ ഭാഗം ന്യായീകരിക്കണം. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കണം. ഇലക്ഷൻ സമയത്ത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാട്ടം, ഒരു ചാട്ടം. അങ്ങോട്ട് ഇവിടെ കോൺഗ്രസിന് BJPയിലോട്ട് ചാടുന്നു. അവര് രണ്ടുപേരും നടുക്ക് ഇവിടെ നിന്ന് കുറച്ചു നേരം മുമ്പ് ഞാൻ കണ്ടപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. നടുക്ക് നിന്ന് CPM-ലെ ചേട്ടൻ മാത്രം മര്യാദയ്ക്ക് നിൽക്കുന്നു. ചോദ്യം എന്താന്ന് വെച്ചാൽ ചേട്ടാ, എനിക്ക് അടിക്കാനൊന്നും അറിഞ്ഞൂടാ. ചോദ്യം എന്തെന്ന് വെച്ചാൽ CPM-നെ പേടിയായതുകൊണ്ടാണോ ഇപ്പോൾ മനുഷ്യരെ കബളിപ്പിച്ചുകൊണ്ട്, എനിക്കറിയില്ല, മനുഷ്യരെ കബളിപ്പിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഒത്തുചേർന്ന്, 2 പാർട്ടിയും കൂടി ഒത്തുചേർന്ന് കളിക്കുകയാണോ എന്ന് എന്റെ ഒരു ചെറിയ സംശയമാണ്. BJPയും കോൺഗ്രസ് പ്രിയ സുഹൃത്തെ, INDA സഖ്യമുണ്ട്. ഈ സഖ്യത്തിലെ ഘടകകക്ഷികൾ BJPയും കോൺഗ്രസ് ആണോ അതോ BJP CPM ആണോ? നിങ്ങൾ പറ. ചോദിച്ചത് കോൺഗ്രസിൽ നിന്ന് നേതാക്കന്മാർ വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ആരോടും ഐത്തം കൽപ്പിച്ചിട്ടില്ല. ബംഗാളിൽ നിന്ന് ഒരുപാട് CPM നേതാക്കന്മാരുണ്ട്. ഞങ്ങളുടെ MLA-മാരാണ്, ഞങ്ങളുടെ MP-മാരാണ്. കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരെയും മാറ്റി നിർത്തുന്നില്ല. INDA സഖ്യത്തിൽ കോൺഗ്രസ് CPM-ഉം ഉണ്ട്. നിങ്ങളാണ് സഖ്യം. കേരളത്തിൽ ഗുസ്തിയും ഡൽഹിയിൽ ദോസ്തിയും. അതിലേ അനിയ നമ്മുടെ ഒരു കാഴ്ച, ഒരു ഓട്ടോ ഡ്രൈവറാണ്, അദ്ദേഹത്തിന് ചോദ്യമുണ്ട്. ജനതാദൾ ഇപ്പോഴും NDA-യിലാണ്. ഇവരെ കൂടെ NDA-യിലുണ്ട്, ദേശീയ തലത്തിൽ BJP-യോടൊപ്പം. ചോദ്യം അതൊക്കെ മറന്നിട്ടുണ്ടോ? ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, എടാ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നില്ലേ ജനതാദൾ? ദേശീയ തലത്തിൽ BJP-യോടൊപ്പമാണ് നരേന്ദ്രമോദിയുടെ ബോർഡ് വെച്ച് അവിടെ ഇലക്ഷൻ പ്രചരണം നടത്തുന്നത്. അതിനു മുമ്പ് മേഘാലയയിലൊരു ചരിത്രമുണ്ട്. സജീറെ, അതിനു മുമ്പ് മേഘാലയയിലൊരു ചരിത്രമുണ്ട്. നന്നായിരിക്കട്ടെ. ജനതാദളിനെ കൂട്ടുപിടിച്ചിട്ടാ. പത്മജ മുതൽ പത്മിനി വരെ. കൃഷ്ണൻകുട്ടിയിലെ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ നേതാവ് നരേന്ദ്രമോദിയാ. പത്മജ മുതൽ പത്മിനി വരെ. അതെ. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇടതുപക്ഷത്തിന്റെ ആളോടാണ് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്. 1977 ജനസംഘം എന്ന് പറയുന്ന ഒരു പാർട്ടിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് സകല എല്ലാ ചരിത്രങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾ VP സിംഗ് എന്ന് പറഞ്ഞ വിശ്വനാഥ് പ്രതാപ് സിംഗ് അന്ന് അധികാരത്തിൽ വരാൻ വേണ്ടി ജനസംഘം എന്നൊരു പാർട്ടിയെ ഏത് വർഷത്തിലാണ്? 1977 ഇയർ തെറ്റിപ്പോയതാവാം.
അങ്ങനെ വന്നപ്പോൾ അവർക്ക് ഒരു 50-60 സീറ്റ് അന്ന് BJPക്ക് ഉണ്ടാക്കി കൊടുത്തത്, ആ ജനസംഘം എന്ന് പറയുന്ന അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് ഈ ഇവിടുത്തെ ഇടതുപക്ഷമായിരുന്നു. അന്ന് ഇടതുപക്ഷ ജനതാദളായിരുന്നല്ലോ അന്ന് പിന്നെ VP സിംഗ് അധികാരത്തിൽ കയറിക്കൊണ്ടായിരുന്നു. ഏത് വർഷം? VP സിംഗിന്റെ പറയുന്ന കാര്യം ഏതാണെന്ന് പൊരുത്തപ്പെടണ്ടേ? അല്ല ഞാൻ എന്തെങ്കിലും നിരർത്ഥകമായ വാദങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ ഇന്ന് ആ BJPയെ ഇന്ന് വർഗീയവൽക്കരിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അന്ന് നിങ്ങൾ ഈ അല്ല അന്ന് ഈ ജനസംഘത്തെ കൂട്ടുപിടിച്ചപ്പോ നിങ്ങളുടെ ആദർശങ്ങളെല്ലാം മറന്നുകൊണ്ടാണ് നിങ്ങൾ അധികാരത്തിൽ കയറിയത്. BJPയുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് ഒരു രാഷ്ട്രീയ കൂട്ടുകച്ചവടത്തിനും ഇടതുപക്ഷം നാളുവരെ പോയിട്ടില്ല. അത് ചേട്ടന്റെ തെറ്റായ ധാരണയാണ്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്ക പ്രശ്നം പറയും. ആരാ കൊണ്ടുവന്നത്? ഞങ്ങൾ പറയില്ല, അത് RSS ആണ് കൊണ്ടുവന്നതെന്ന്. അത് കൊണ്ടുവന്നത് ഇന്ത്യയിലെ ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്. ഗോവിന്ദ് വല്ലഭ് പന്താണ് UPയുടെ PCC പ്രസിഡന്റും UP മുഖ്യമന്ത്രിയും ഒരേ സമയമായിരുന്ന ഗോവിന്ദ് വല്ലഭ് പന്തിന്റെ തലയിലുദിച്ച ആശയമാണ് ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്ക പ്രശ്നം. അത് പിൽക്കാലത്ത് RSS ഏറ്റെടുത്തു, അത് പിൽക്കാലത്ത് സംഘപരിവാരം ഏറ്റെടുത്തു. ഇങ്ങനെയുള്ളൊരു ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. ഒരിക്കലും ഇവിടെ കോലീബി സഖ്യം ഉണ്ടാക്കിയതും ഇവിടെ കോലീബി സഖ്യം ഉണ്ടാക്കിയത് ഞങ്ങളല്ല. അത് വടകരയിൽ ഒക്കെ തന്നെ അത് ഉണ്ടാക്കിയിട്ടുള്ളത് കോൺഗ്രസും BJPയും ചേർന്നാണ്. ആ രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ട് CPMന്റെയും ഇടതുപക്ഷത്തിന്റെ തലയിലേക്ക് വെച്ച് കെട്ടിവെക്കേണ്ട. പിണറായി വിജയൻ എല്ലാ ദിവസവും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നന്നായി രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ ഇന്നലെ നരേന്ദ്രമോദിക്കും നരേന്ദ്രമോദിക്കെതിരെ ഒന്ന് രാഹുൽ ഗാന്ധിക്ക് നന്നായി കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി ഞാൻ ചോദിക്കട്ടെ, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നത് പിണറായി വിജയൻ പറയുന്നത് ഈ രാഹുൽ ഗാന്ധിയാണ് ഇതിന്റെ എല്ലാത്തിനും ഈ രാജ്യത്തെ കലാപം അങ്ങനെ രാഹുൽ ഗാന്ധി മാത്രം വിമർശിച്ചോളൂ. രാഹുലിൻ കേസ് ഇവിടെ ED വരും. അതല്ലാതെ രാഹുൽ ഗാന്ധിയുടെ പഴയ പേരും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതെ അതന്നെ. അല്ലല്ല, ഞാൻ പറഞ്ഞില്ല, പപ്പു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അത് നിങ്ങൾ പറഞ്ഞാൽ മതി. പപ്പു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനങ്ങനെ പറയില്ല. ആരോടാണ് ചോദ്യം? നന്നായിട്ട് പറയാറ് ഞാൻ പറയേണ്ട കാര്യം BJPയുടെ പ്രതിനിധിയോടും CPMന്റെ പ്രതിനിധിയോടും ചോദിക്കും. അത് ഞാൻ ഏതോയിക്കോട്ടെ, എന്റെ രാഷ്ട്രീയം, എന്റെ വിശ്വാസം. ഇവിടെ ചോദിക്കും. ഞാൻ ജനാധിപത്യ കോൺഗ്രസ് ഉണ്ടാക്കിയ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കും. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ചോദ്യം ചോദിക്കാൻ അതേ അഭിമാനത്തോടല്ലേ കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത്. അവന്റെ രാഷ്ട്രീയം പറഞ്ഞില്ല, അഭിമാനത്തോടുകൂടി. ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അദാനിക്കും തീരെഴുതി കൊടുത്ത BJP ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? ആഗോളവൽക്കരണം നടപ്പിലാക്കിയതാരാണ്? അത് ആഗോളവൽക്കരണം നടപ്പിലാക്കിയതാരാണ്. അതുപോലെ ഈ രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുതുറക്കുന്നതിനുള്ള നയം ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്ത ആരാണ്? ആരാണ്? ഈ മൊബിലിറ്റി കരാറ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയതാരാണ്? LDF പ്രതിനിധിയോടുള്ള ചോദ്യം അടുത്ത് വരണുണ്ട്. ആഗോളവൽക്കരണ നയം നടപ്പിലാക്കിയതാരാണ് ഈ രാജ്യത്ത്? ഞാൻ ചോദിച്ചത് BJP പ്രതിനിധിയോടാണ്. അല്ലല്ല, അദ്ദേഹം പറഞ്ഞല്ലോ LDF പ്രതിനിധിയോടുകൂടിയാണെന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, ആഗോളവൽക്കരണത്തിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്താണ് ചെയ്തത് അധികാരത്തിൽ? അതിനെതിരെ ശബ്ദിച്ചോ? നിങ്ങൾ പ്രതികരിച്ചോ? നിങ്ങൾ കരാറുണ്ടാക്കിയത് നിങ്ങളല്ലേ? പൊതുമേഖലാ ഞാൻ ചോദിക്കട്ടെ, പെട്രോളിന്റെ സമ്പത്ത് ഈ BJP ഇന്ന് ചെയ്യുന്ന എല്ലാ ദുഷ്ചെയ്തികളുടെയും മാതൃക ഇന്റർനാഷണൽ കോൺഗ്രസ്. ആരോഗ്യ വിവരങ്ങൾ പോലും വിറ്റ് തൊലച്ച് അല്ലെങ്കിൽ വിറ്റ് കാശാക്കാൻ തീരുമാനമെടുത്തതാണ് സ്പ്രിംഗ്ലർ അടക്കമുള്ള അമേരിക്കൻ കുത്ത കമ്പനികളുമായിട്ട്. എവിടെയാണ് ആഗോളവൽക്കരണ നിലപാട് സ്വീകരിച്ചത്? ഈ രാജ്യത്തെ എവിടെയാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? ഈ പൊതുമേഖലാ BJP പ്രതിനിധി പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കുത്തക മുതലാളിമാർക്ക് തീരെഴുതി കൊടുത്തിട്ട് ഇവിടുത്തെ യുവാക്കൾക്ക് എവിടെയാണ് ജോലി? ഒരു സ്ഥിര വരുമാനം കിട്ടുന്ന ജോലി എവിടെയാണ്? ഇവര് 4 ദിവസം കഴിഞ്ഞ് പറഞ്ഞു വിട്ടാൽ ഇവിടുത്തെ യുവാക്കൾ എന്ത് ചെയ്യും? അതുപോലെ
CPM-ന്റെ പ്രതിനിധിയോട് അടുത്ത ചോദ്യം. ഈ PSC-യെ നോക്കുകുത്തിയാക്കി നിങ്ങൾ നടത്തുന്ന പിൻവാതിൽ നിയമനങ്ങൾ കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ മഹാരാജ്യത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയത് കേരളമാണ്. ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയത് കേരളമാണ്. ചൈന പോലുള്ള മറ്റ് രാജ്യങ്ങൾ അവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലെയും സർക്കാരുകൾ ചെയ്യുന്നത് ഇവിടുത്തെ യുവാക്കളെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ യുവാക്കൾക്ക് ജോലി ഇല്ലാത്തതും വിദ്യാഭ്യാസം ഇല്ലാത്തതും കൊണ്ടാണ് കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന ഈ സംസ്ഥാനമായി കേരളം മാറുന്നത്. ഏറ്റവും കൂടുതൽ യുവാക്കളും വിദ്യാർത്ഥികളും നാട് വിട്ടു പോകുന്നത് കേരളത്തിലാണ്. പഠിക്കാൻ വേണ്ടിയാണെങ്കിലും വേറെ കാര്യത്തിലാണെങ്കിലും നാട് വിട്ടുപോയി വിദേശത്തേക്ക് പോകുന്നത് കേരളത്തിൽ നിന്നാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. ഞങ്ങളുടെ നയങ്ങൾ ദേശീയ തലത്തിൽ ആലോചിച്ചാണ് തീരുമാനമെടുക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല. എല്ലാ സ്ഥാപനങ്ങളും പൊതുമേഖലയിൽ തന്നെ കീഴിലായിരിക്കണമെന്നുള്ള തീരുമാനം ഞങ്ങൾക്കില്ല. നഷ്ടത്തിലാകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ പങ്കാളിത്തത്തോടെ ലാഭത്തിലാക്കുകയും പൊതു സ്വകാര്യ മേഖലകളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് തൊഴിൽ നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ലോകത്ത് അധപ്പതിക്കുമ്പോൾ പുത്തൻ നയങ്ങൾ സ്വീകരിച്ച് ലോകത്ത് പൊതു സ്ഥാപനങ്ങൾ മാത്രമല്ല സ്വകാര്യ സ്ഥാപനങ്ങൾ അടക്കം നടപ്പിലാക്കുന്നുണ്ട്. ഒരു തർക്കവുമില്ല. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് എന്തുകൊണ്ട് തൊഴിൽ നിഷേധിക്കപ്പെട്ടു? നിങ്ങളുടെ പദ്ധതി ശരിയാണെങ്കിൽ ഈ രാജ്യത്ത് ഗുജറാത്തിൽ നരേന്ദ്രമോദി 80% ചെറുപ്പക്കാർ ഇന്ന് ചെയ്യുന്ന പണി തോട്ടുപണിയാണ്. സവർണ വിഭാഗത്തിൽപ്പെട്ടവന്റെ വീട്ടിലെ കക്കൂസ് മാലിന്യം വൃത്തിയാക്കുന്ന ഗതികെട്ട പണിയാണ് ഗുജറാത്തിലെ ചെറുപ്പക്കാരടക്കം ചെയ്യുന്നത്. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വലിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുന്നു. നിങ്ങൾ എന്താ എല്ലാ വർഗീയത പറഞ്ഞുകൊണ്ട് നിങ്ങൾ രാമക്ഷേത്രം പണിയാമെന്ന് പറഞ്ഞു. പിന്നെന്താ നിങ്ങൾ നടപ്പിലാക്കാമെന്ന് പറഞ്ഞു. ഏതെങ്കിലും കാര്യം നടപ്പിലാക്കിയിട്ടുണ്ടോ? തൊഴിലവസരങ്ങൾ നിങ്ങൾ തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പെട്രോളിന്റെ വില കുറച്ചിട്ടുണ്ടോ? ഡീസൽ വില എടുത്ത് മാറ്റിയിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വർഗീയത മാത്രം പറഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞ ഒരു രാഷ്ട്രീയമായ മുദ്രാവാക്യം നടപ്പിലാക്കിയിട്ടില്ല. കലാപം നടത്തിയവരെ കലാപകാരികളെ കലാപം നടത്തുമ്പോൾ AK ആന്റണിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. മുസ്ലിം ലീഗിന് കലാപം നടത്താൻ വേണ്ടി എല്ലാ വഴികളും തുറന്നിട്ട് കേരളത്തെ ചോരക്കര നിങ്ങളുടെ കഥയിലാണ്, ഞങ്ങളുടേതല്ല. അതുകൊണ്ട് ശിക്ഷിക്കപ്പെടേണ്ടത് AK ആന്റണി മുസ്ലിം ലീഗുകാരാണ്. ക്വസ്റ്റ്യൻ എന്നോടാണ്. 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഒന്ന് PSC നോക്കുകുത്തിയാക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഇവിടെ ശരിയായ വിധത്തിലുള്ള പരിചരണം ലഭിക്കുന്നില്ല എന്നാണ്. ഇതാണല്ലോ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്നത് കേരളമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ശരിയായ ദിശാബോധം നൽകുന്നുണ്ടോ? അനിയ പബ്ലിക് സർവീസ് സിവിൽ സർവീസിന്റെ റിസൾട്ട് 2 ദിവസം മുമ്പാണ് വന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിവിൽ സർവീസ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ വിജയിപ്പിച്ചത് ഈ കൊച്ചു കേരളമാണ്. സിവിൽ സർവീസ് പഠിച്ചിട്ടാണ്, അല്ലാതെ CPM ചെയ്തിട്ടല്ല. സിവിൽ സർവീസ് അക്കാദമി കേരള സർക്കാർ ചുമ്മാ കുറയ്ക്കരുത്. ഞാൻ എല്ലാ ദിവസവും കോടതിയിൽ പോകുമ്പോൾ ഈ ശിവരഞ്ജിത്തും നസീമും വന്നിരിക്കുന്നത് വ്യാജരേഖ പരീക്ഷ എഴുതിയ കേസിലെ വിചാരണ നേരിടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പരീക്ഷകളെ മുഴുവൻ അട്ടിമറിക്കുന്നത് നിങ്ങളാണ്. ഞാൻ പറയട്ടെ, സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യത്തെ 100 പേരിൽ ഇന്ത്യയിൽ ജയിച്ച ആദ്യത്തെ 100 പേരിൽ 13 പേർ കേരളീയരാണ്. ആദ്യത്തെ 100 പേരിൽ 13 പേർ കേരളീയരാണ്. കേരളത്തിൽ നിന്നും 60 പേർ സിവിൽ സർവീസ് പരീക്ഷയിൽ ജയിച്ചിട്ടുണ്ട്. ഇത് ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് രൂപീകരിച്ച കേരള സിവിൽ സർവീസ് അക്കാദമിയിൽ അവിടെ രജിസ്റ്റർ ചെയ്തവരാണ് ഈ 60 പേരിൽ 54 പേരുമെന്ന്. ഈ സന്ദർഭത്തിൽ അത് പിണറായി വിജയന്റെ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ പരിരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ സംസ്ഥാനം ഒന്നാമതായതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ശിവരഞ്ജിത്തിനും നസീമിനും 1ാം റാങ്ക് മേടിച്ചു കൊടുത്തത്
കോപ്പി അടിച്ച് 1ാം റാങ്ക് മേടിച്ചു കൊടുത്തതിന്റെ ക്രെഡിറ്റ് അവർക്കുണ്ട്. അതിന്റെ വേറെ വ്യാജ കാര്യമുണ്ട്. സർട്ടിഫിക്കറ്റ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ശൈലജ ടീച്ചറുടെ അടക്കമുള്ള നഗ്ന ഫോട്ടോ മോർഫ് ചെയ്ത് നടക്കുന്ന ഇതുണ്ട്. നേട്ടം അത് കൈവരിച്ചവരാണ്. നടക്കുന്നുണ്ട്. ഞാൻ അത് ചോദിക്കട്ടെ, നടക്കുന്നുണ്ട്. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പിടിച്ചു കാണും, അതുകൊണ്ടായിരിക്കും വാർത്ത വന്നത്. എനിക്കറിഞ്ഞൂടെ അങ്ങനെ പിടിച്ചിട്ടുണ്ടോ? അങ്ങനെ രാഹുലിനെ അങ്ങനെ പിടിച്ചിട്ടുണ്ടോ? പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ട തുണിയില്ലാതെ പിടിച്ചെന്ന് വന്ന് CPM-ന്റെ സൈബർ ഇടത്തിൽ വന്നതാണ്. വ്യാജ ഐഡിയെ കുറിച്ച് പറയൂ. വ്യാജ ഐഡി കുറെ നേരം കൊണ്ട് വിളിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവര് എന്താണ് ചെയ്തത്? എന്താണ് കാര്യം? എന്താണ് ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും ഈ സർക്കാരാണ് മാതൃക. ഞാൻ ചോദിക്കട്ടെ, ഡിവൈഎഫ്ഐയുടെ ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിട്ട അതിന്റെ പേരിലാണ്, ലഹരി ബന്ധത്തിന്റെ പേരിലാണ്. സജീറിന്റെ സഹപ്രവർത്തകൻ കൂടെയുള്ള സഹപ്രവർത്തകൻ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നിങ്ങളുടെ ക്യാമ്പിൽ പങ്കെടുത്ത സഹപ്രവർത്തകൻ കോവളം മണ്ഡലത്തിൽ നിന്നുള്ള പാവപ്പെട്ട ലഹരി കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു യുവജന വിഭാഗത്തിന്റെ പീഡിപ്പിച്ചു. കേരളത്തിലെ അടക്കമുള്ള ആളുകളാണ് ഏറ്റവും ചുരുങ്ങിയ ഒരു പെൺകുട്ടിയെങ്കിലും പറയിപ്പിക്കരുത്. ഞാൻ പറയുന്നല്ലോ, നിങ്ങളുടെ ക്യാമ്പിൽ നടന്ന സംഭവം അതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അവരെല്ലാം തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരാണ്. യൂത്ത് കോൺഗ്രസിന്റെ സജീറിന്റെ എതിർ ഗ്രൂപ്പുകാരനായതുകൊണ്ട് എന്നെ കൊണ്ട് പേര് പറയിപ്പിക്കണം. ഇതാണ് സജീറിന്റെ ബുദ്ധി. അന്ന് കോൺഗ്രസ് നടപടിയെടുത്ത ആള് സജീറിന്റെ എതിർ ഗ്രൂപ്പുകാരനായതുകൊണ്ട് എന്നെ കൊണ്ട് അയാളെ പേര് പറയിപ്പിക്കണം. കോവളം മണ്ഡലത്തിലെ വനിതാ പ്രവർത്തകയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയെ ക്യാമ്പിലിട്ട് ഉപദ്രവിച്ച ആളിന്റെ പേര് എന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള സജീറിന്റെ സൈക്കോളജിക്കൽ മൂവാണ്. ഞാൻ പറയുന്നില്ല. എന്റെ ആത്മാഭിമാനം അതിന് അനുവദിക്കുന്നില്ല. എന്റെ ആത്മാഭിമാനം അതിന് അനുവദിക്കുന്നില്ല. മൂന്ന് കാര്യം പറയാം. ഒന്ന് ഓരോ ദിവസവും പത്രങ്ങൾ വരുന്ന വാർത്തകൾ വായിച്ചു നോക്കും. ഞാൻ പറയുന്നതല്ലേ, എല്ലാ ദിവസവും വാർത്തയാണ്. കുളിമുറിയിൽ ക്യാമറ തൂക്കി ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അറസ്റ്റിൽ. അല്ല ചേട്ടാ, ഒരു കാര്യം പറയട്ടെ പ്ലീസ്. ഗുരുവായൂര് നമ്മുടെ പ്രധാനമന്ത്രി വന്നു. നമ്മളിവിടെ ആരും പച്ച നെറ്റ് കെട്ടി സൈഡ് മറച്ചൊന്നുമില്ല, മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ പല ആൾക്കാരും ഡൽഹിയിൽ പുറത്തുനിന്ന് ആൾക്കാർ വന്നപ്പോഴത്തേക്കും പച്ച നെറ്റ് കെട്ടി ചെറിയ ഷെഡുകൾ മറച്ച ഇവിടെ സംഭവം നടന്നിട്ടുണ്ട്. കുമരകത്ത് വന്നപ്പോ ആരാ നെറ്റ് കെട്ടിയത്? അവിടെ ഡൽഹിയിൽ ആരും നെറ്റ് കെട്ടിയില്ല. ഡൽഹിയിൽ നെറ്റ് കെട്ടിയത് ഇവിടെ ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒരു മന്ത്രിയുണ്ട് വാസവന്റെ മണ്ഡലത്തിലുടനീളം ഇത് തന്നെയാണ് ചെയ്തത്. ഞാൻ ഈ മൂന്ന് മുന്നണികളോടും ഇതൊരു അശ്ലീല ചർച്ചയായി പൊതുജനങ്ങൾ കാണുകയാണ്. നിങ്ങൾ അശ്ലീലമായ ചർച്ചയാണ്. നിങ്ങളുടെ പാർട്ടിയുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ കാണിക്കുന്നില്ല. ഇതൊക്കെ ലോകം മുഴുവനും കാണുന്ന ന്യൂസ് 18 നിന്ന് കാണുന്ന നിങ്ങൾ 3 പേര് അശ്ലീല ചർച്ച ഇത്രയും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇത്രയും മതപതിച്ചു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് മലയാളികൾക്ക് ഇത്രയും സാക്ഷരതയുള്ള കേരളത്തിന് നാണക്കേടായി പോയി. ഞാൻ ചോദിക്കുന്നത് വികസനത്തിന്റെ ഒരു ചോദ്യമാണ്. ഈ കരമന കളിക്കള പാത നിങ്ങൾക്ക് ബാനാർദിപ്പുറം ഈ വഴിമുക്കില് അതുപോലെ തന്നെ ആലുമൂട് ജംഗ്ഷനിലേക്ക് ബ്ലോക്ക് ആയിരിക്കുന്നു. ഈ 3 മുന്നണിയിലെ എംപിമാർ ആരാ ജയിച്ചു വന്നാൽ നിങ്ങൾ ഇത് എത്ര 10-15 വർഷം കൊണ്ട് ഈ കരമന കളിക്കള പാത ഞങ്ങളെ പോലെയുള്ള സാധാരണ ജനങ്ങൾ മണിക്കൂറോളം നീക്കുന്നു. ഇതിനൊരു മാറ്റം ഉണ്ടാക്കി തരാൻ പറ്റുമോ? നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തി 10 വർഷം കഴിഞ്ഞപ്പോൾ ദേശീയ പദ്ധതി ഭാരത്മാല പദ്ധതിയുടെ ഭാഗമായി ദേശീയപാത വികസിപ്പിക്കുകയും വിഴിഞ്ഞത്ത് പോർട്ട് കൊണ്ടുവരികയും ചെയ്തു. നരേന്ദ്രമോദി സർക്കാർ വന്ദേ ഭാരത് അനുവദിച്ചു. ഞങ്ങൾ കേരളത്തിലെ എല്ലാ കാലഘട്ടത്തിലും വികസനത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചുള്ളത്. ഇനിയും അത്രയും ജനകീയമായ പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുരേഷ്, കേന്ദ്ര ഗവൺമെന്റ് ഈ സംസ്ഥാനത്തോട് കാണിക്കുന്ന കടുത്ത വിവേചനം, ആ വിവേചനത്തിനിടയിലും ഈ സംസ്ഥാന ഗവൺമെന്റ് ജനക്ഷേമകരമായിട്ടുള്ള ഒട്ടനവധി പദ്ധതികളുമായി ഞാൻ എണ്ണി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വന്നിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, ആ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഹൈവേ വികസനമായിരുന്നാലും ശരി, തുറമുഖമായിരുന്നാലും ശരി, അതെല്ലാം പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം ഈ സംസ്ഥാനത്ത് വന്നവയാണ്. ആ പ്രവർത്തനങ്ങൾ വീണ്ടും ഇടതുപക്ഷത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ സംസ്ഥാനത്തും ഇന്ത്യയിലും ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്.
നമ്മൾ പറയുന്നതല്ല, പ്രവർത്തിച്ച് കാണിച്ചവരാണ് UDF സർക്കാർ എന്ന് പറയുന്നത്. കരമന കളിക്കാനുള്ള ചേട്ടൻ പറഞ്ഞ റോഡ് UDF കാലഘട്ടത്തിൽ ഒന്നാണ്. നിങ്ങൾ പരിശോധിച്ചാൽ മതി. വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വന്നപ്പോഴാണ്. ഹൈവേ ഇതെല്ലാം ഞങ്ങൾ നടത്തിയവരാണ്. ഞങ്ങളുടെ മെട്രോ ആയിരുന്നാലും നിങ്ങൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നതെല്ലാം ഞങ്ങൾ നടപ്പിലാക്കിയവരാണ്. പറയുന്ന ശശി തരൂരിനെ പോലുള്ളവരാണ് എട്ടുകാലി മമ്മൂഞ്ഞുകൾ എന്ന് ജനം പറയുന്നത്. പ്രവർത്തനവുമായി ഞാനിപ്പോഴും പറയുന്നു, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം കോൺഗ്രസ് തന്നെയാണ്. ഈ പറയുന്ന ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ എവിടെയെന്ന് ചോദിച്ചു, പരിഹസിച്ചു. നിങ്ങളുടെ വീട്ടിൽ പെൻഷൻ കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ മാത്രമായിരുന്നു തെരുവിൽ സമരം ചെയ്തത്. ഇവിടുത്തെ പിണറായി വിജയൻ തല്ലി ഒട്ടിച്ചപ്പോഴേ ഞങ്ങളെ ഉണ്ടായിരുന്നു. PSCയുടെ പിൻവാതിൽ നിയമനത്തിന്റെ പേരിൽ സമരം ചെയ്തവർ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. ഈ രാജ്യത്ത് ഒരു അനീതി നടക്കുമ്പോൾ, ഒരു അക്രമം നടക്കുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി തെരുവിൽ സമരം ചെയ്യുന്ന ഒരു സംഘടനയും പ്രസ്ഥാനവും ഞങ്ങൾ മാത്രമാണ്. മുഴുവൻ ഞാൻ ചോദിക്കട്ടെ, സാധാരണക്കാരെ ബാധിക്കുന്ന നിയമങ്ങളെല്ലാം കൊണ്ടുവരുന്നത് ഞങ്ങളല്ലേ? അപ്പോൾ ആ രീതിയിൽ സാധാരണക്കാർക്ക് വേണ്ടി, അവരുടെ വികസനത്തിന് വേണ്ടി എല്ലാം എപ്പോഴും പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായി ഞങ്ങൾ മാറുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ചോദ്യത്തിലേക്ക് വരണം, നീണ്ടുവരുത്. ചോദ്യമല്ല, നേരത്തെ ഇവിടെ പരാമർശിച്ച ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു മറുപടിയാണ്. ആ സമയത്ത് മൈക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. അതായത് നരേന്ദ്രമോദിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണെന്ന് ഇവിടെ ഒരു ചോദ്യം വന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മാനദണ്ഡം രാഷ്ട്രീയത്തിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതല്ല എൻ്റെ ഉത്തരം. എങ്കിൽ പോലും ഇവിടെ അദ്ദേഹത്തിന്റെ യോഗ്യത അദ്ദേഹം തന്നെ പൊതുജനങ്ങളുടെ മുമ്പാകെ കാണിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഭംഗിയായി മാതൃകാപരമായി ഒരു രാജ്യത്തെ എങ്ങനെ ഭരിക്കാം, ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ എങ്ങനെ എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് എങ്ങനെ ഭരിക്കാമെന്ന് മാതൃകാപരമായി കാണിച്ചു കൊടുത്ത ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അതിനുള്ള യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളത്. മാത്രവുമല്ല, ഇവിടെ തീവ്രവാദത്തിന്റെ ഹബ്ബായ പാകിസ്ഥാൻ, അവരെയും ചങ്കില ചൈനയെയും ഏറ്റവും ആദ്യമായി നിലയ്ക്ക് നിർത്തി. ഇവിടെ അതോടൊപ്പം കോവിഡ് കാലത്ത് ലോകം മുഴുവൻ തന്നെ കോവിഡ് വാക്സിൻ നൽകിക്കൊണ്ട് അദ്ദേഹം ലോകാരോഗ്യത്തിന്റെ, ലോക സമാധാനത്തിന്റെ വക്താവായി മാറി. ഇത്രയും അധികം ലോക അംഗീകാരം നേടിയ ഒരു പ്രധാനമന്ത്രി ഇന്ന് വരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത ഒരു ബില്ലിലൂടെ ഏത് ജനങ്ങളെയാണ് നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? ഒരുമിച്ച് കൊണ്ടുപോയി മാതൃകയാക്കിയെന്ന് പറഞ്ഞു. പൗരത്വ ഭേദഗതി ബില്ലിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പൗരത്വം കൊടുക്കില്ല എന്ന് പറയുമ്പോൾ രാജ്യത്തൊരു നിയമം നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നീതിയും അതുപോലെ തന്നെ എല്ലാം നിങ്ങൾ വീതിച്ചു കൊടുക്കുന്നു. വിവേചനത്തോടു കൂടി നിങ്ങൾ പെരുമാറുന്നു. ആ പ്രധാനമന്ത്രിയാണോ മാതൃക? ഇനി ചൈനയെ നിലയ്ക്ക് നിർത്തി എന്ന് പറയുമ്പോൾ ഈ നിമിഷം പോലും ചൈന ഇന്ത്യയെ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ചൈനയിൽ നിന്ന് പോലും കൊടികൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് നിങ്ങൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു വാസ്തവം വേണ്ടേ? അല്ല ഒരു മറുപടി ഉണ്ട്. വേറൊന്നുമല്ല, ഇപ്പൊ വിദ്യാഭ്യാസം രാഷ്ട്രീയത്തിൽ ഒരു മാനദണ്ഡമല്ല. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആ മാനദണ്ഡത്തെ ഉപയോഗിക്കരുത് എന്നുള്ള റിക്വസ്റ്റാണ് പറയാനുള്ളത്. അതെ, ഞങ്ങളെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തക്കതായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. അത് അറിഞ്ഞുകൂടാത്തവനാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. ഏത് വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ചാണ് പറഞ്ഞത്? കേന്ദ്ര വിദ്യാഭ്യാസ ആരെ കുറിച്ചാണ്? അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ഒരു വിവരാവകാശത്തിനും കിട്ടാത്ത രേഖകളാണ്. ഒരു വിവരാവകാശത്തിനും നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല. അതുകൂടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കണം. ഇവിടെ നരേന്ദ്രമോദിയെ പറ്റി ഭയങ്കര രീതിയിൽ ഒരു ചേട്ടൻ പൊക്കി പറഞ്ഞു. ഇവിടെ മണിപ്പൂർ കലാപം നടന്നപ്പോ അവിടുത്തെ ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ ഇന്റർനെറ്റ് കട്ട് ചെയ്തു. അപ്പൊ കേരളത്തിൽ വരുമ്പോ പ്രളയം വന്നൂടെ, പ്രളയത്തിന് തന്ന റേഷൻ അരിയുടെ പൈസ വാങ്ങിച്ചവരാണ്. അത് കഴിഞ്ഞ് ഹെലികോപ്റ്റർ വന്നതിന് ഹെലികോപ്റ്ററിന്റെ പൈസ വാങ്ങിച്ചവരാണ്. ഇതാണോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്യുന്നത്? ഒരു സംസ്ഥാനത്തിന് മാത്രം വിവേചനം ചെയ്യുന്നു. പക്ഷേ ആ സംസ്ഥാനമാണ് ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനം എന്ന് ഇവിടെ ലോകം വാഴ്ത്തിയത്. ആ സംസ്ഥാനത്തിന് ഒരു തരത്തിലും ഇവർക്ക് ആർക്കും ഒരു കാലത്തും താഴ്ത്തിക്കെട്ടാൻ പറ്റത്തില്ല. കാരണം കേരളം എന്താണ് ദൈവത്തിന്റെ സ്വന്തം നാടായതുകൊണ്ടല്ല, ഇവിടെ ഇടതുപക്ഷക്കാരുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഇന്ന് ഈ വികസനങ്ങൾ മൊത്തം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഇടതുപക്ഷം ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെ വികസനം? എവിടെ? ബംഗാളിൽ ഉണ്ടായിരുന്നു CPM. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആരാണ് പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണെന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പോലും അതിവ്യക്തമായി പറഞ്ഞിരിക്കുമ്പോൾ നരേന്ദ്രമോദിയും ഈ രാജ്യത്ത് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന, അദ്ദേഹം നിശ്ചയിച്ച സ്ഥാനാർത്ഥികളും രാജ്യത്ത് പാർലമെന്റിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ശശി തരൂരിന്റെ പ്രധാനമന്ത്രി മല്ലികാർജുന ഖാർഗെയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ആകാത്തത് ഞങ്ങളുടെ കുറ്റമല്ല. ഞങ്ങൾക്ക് ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് സഖാവ് പന്ന്യൻ രവീന്ദ്രൻ പൊന്നരിവാളും തങ്കക്കതിരും അടയാളത്തിൽ ഈ മണ്ഡലത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസനം സാധ്യമായിട്ടുള്ളത് എന്നത് ഈ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള ജനതയ്ക്കറിയാം. ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചാണ് ഒരിക്കലും ഇടതുപക്ഷം ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഇലക്ഷൻ നേരിട്ടില്ല. ഞങ്ങളുടെ AKG സെന്ററിലേക്ക് വന്ന് ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാമെന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ നെയ്യാറ്റിൻകരയിലെ വിവരമുള്ള ആളുകൾക്ക് അറിയാതെ ജ്യോതി ബസുവിനെ എംപിമാരുടെ നിങ്ങളുടെ നേതാവ് പറഞ്ഞു ആ കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പൈതൃകം പേർന്ന പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. ഞങ്ങൾ 400 സീറ്റ് കിട്ടിയാൽ ഭരണഘടനയെ പൊളിച്ചെഴുതുമെന്ന് പറയുന്നത് പോലെ അതല്ലെങ്കിൽ എലിപ്പട്ടിയും അതുപോലെ തന്നെ പട്ടിക്കുട്ടിയും എന്ന ചിഹ്നം കിട്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മത്സരിക്കുന്നു എന്ന് CPM ആദ്യ ശശി തരൂരിന്റെ പ്രധാനമന്ത്രി പറയുന്നത് ശശി തരൂരിന്റെ പ്രധാനമന്ത്രി ആദ്യ ഞാൻ പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും ശശി തരൂരിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ അവസാനിപ്പിച്ചിട്ട് പറയാം. പിന്നാരാണ് ശശി തരൂരിന്റെ പ്രധാനമന്ത്രി ആരാണെന്നുള്ളത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് സജീർ വ്യക്തമാണ്. ഈ രാജ്യത്ത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഈ രാജ്യത്ത് ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്നതിന് വേണ്ടിയാണ്. ഈ രാജ്യത്തെ സർവ്വസാധാരണക്കാരുടെയും മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. തുല്യനീതിക്ക് വേണ്ടിയാണ്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനുള്ള ഒരു ഭരണം രാജ്യത്തുണ്ടാകുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ്. എന്തായാലും 3 മുന്നണിയുടെ നേതാക്കൾ അതോടൊപ്പം മുഴുവൻ പേർക്കും നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാനും നന്നായി തന്നെ നമ്മുടെ ഗോതയിൽ പങ്കെടുക്കാനും കഴിഞ്ഞ മുഴുവൻ പേർക്കും ന്യൂസ് 8 വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു.